കേരളമുണരട്ടെ, മനസ്സിൽ താമര വിരിയട്ടെ. കേരളമുണരട്ടെ, മനസ്സിൽ താമര വിരിയട്ടെ. കുതിക്കാം മോദിയോടൊപ്പം. കാസർഗോഡ് പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ നിന്നും ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്ന ശ്രീമതി ML അശ്വിനിക്ക് താമര അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യത്തിന്റെ സമസ്ത മേഖലയിലും കണ്ണഞ്ചിപ്പിക്കുന്ന വികസനം കൊണ്ടുവന്ന് നരേന്ദ്രമോദി സർക്കാരിന് വീണ്ടും അധികാരത്തിലേറ്റാൻ വികസന തുടർച്ചയ്ക്കും വികസിത രാജ്യത്തിന്റെ സൃഷ്ടിക്കും കൈത്താങ്ങാകുവാൻ ML അശ്വിനിയെ വിജയിപ്പിക്കുക. ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കരുത്തേകുക. സപ്തഭാഷാ സംഗമഭൂമിയിൽ കാസർഗോഡിന്റെ പ്രിയങ്കരിയായ സഹോദരി ML അശ്വിനിക്ക് വിജയപാതയൊരുക്കാൻ താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തുളുനാടിന്റെ സ്നേഹഭാജനമായ ML അശ്വിനിക്ക് വിജയപാതയൊരുക്കുക. താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുക. വികസന സാരഥി ശ്രീ നരേന്ദ്രമോദിക്ക് കേരളത്തിന്റെ കരുത്തായി, കാസർഗോഡിന്റെ പൊന്മുത്തായി ശ്രീമതി ML അശ്വിനിയെ താമര ചിഹ്നത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഭാരതം തിളങ്ങിടുന്ന പൗരഗാഥ പാടുവാൻ, പ്രാണനിൽക്കെടാതെ കാത്ത സമരവീര്യമേകുവാൻ, കണ്ണുരണ്ടു നീതിബോധ ബന്ധമാക്കുവാൻ, രക്തദാഹികൾക്കു പേടി സ്വപ്നമാകുവാൻ, ഇടതു വലതു മുന്നണി അടിതകർന്നു നിൽക്കവേ പുതിയൊരീണമായി ഭാവം. കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും കാലങ്ങളായി ജയിച്ചവർ LDFും UDFും നാടിനോടും നാട്ടുകാരോടും നാളിതുവരെ കാണിച്ച നെറുകേടിനും ജനവഞ്ചനയ്ക്കും കനത്ത തിരിച്ചടി നൽകാൻ, കാസർഗോഡിന്റെ വികസന സ്വപ്നങ്ങൾക്ക് നിറമേകി സാക്ഷാത്കരിക്കാൻ പ്രതിബദ്ധതയുള്ള ജനപ്രതിനിധിയെ തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. ലോകം മുഴുവൻ ആരാധനയോടെ മാത്രം കാണുന്ന രാജ്യത്തെ ജനകോടികളുടെ അമരക്കാരൻ ശ്രീ നരേന്ദ്രമോദിയുടെ പ്രതിനിധിയായ ശ്രീമതി ML അശ്വിനിക്ക് താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷം നൽകണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ദേശീയതയുടെ, വികസനത്തിന്റെ, അഴിമതി വിരുദ്ധതയുടെ, വിശ്വാസ സംരക്ഷണത്തിന്റെ, മതനിരപേക്ഷതയുടെ, സ്ത്രീ ശാക്തീകരണത്തിന്റെ, ഭാരതീയ മാതൃകയുടെ പ്രതീകമായ ആദിത്യകാന്തി നിറഞ്ഞു തുളുമ്പുന്ന വിടർന്ന താമരയാവട്ടെ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുന്നത്. മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു, ഉണരുന്നു, ഉണരുന്നു. തുടലുകൾ പൊട്ടിയൊരവരുടെ മിഴികളിൽ സൂര്യവസന്തം വിരിയുന്നു, സൂര്യവസന്തം വിരിയുന്നു. വോട്ടുകൾ രേഖപ്പെടുത്തു. ML അശ്വിനിക്ക് താമര ചിഹ്നത്തിൽ കാസർഗോഡിന്റെ പ്രതിനിധിയായി ഇന്ത്യൻ ലോക്സഭയിലേക്ക് ML അശ്വിനിയെ തിരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കേരളം മാറി മാറി ഭരിച്ചവർ കല്യാശ്ശേരി മുതൽ മഞ്ചേശ്വരം വരെയുള്ള തീരദേശത്തെയും മലയോര മേഖലയെയും ഒരുപോലെ അവഗണിച്ചവരാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ അരനൂറ്റാണ്ട് പിന്നിലാണ് നാം കാസർഗോട്ടുകാർ. 10 പേർക്ക് തൊഴിൽ നൽകാൻ ഉതകുന്ന ഒരു സ്ഥാപനം പോലും തുടങ്ങാൻ സാധിക്കാത്ത നിർഗുണന്മാരായ ജനപ്രതിനിധികൾ ഇനി വേണോ എന്ന് ജനം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വോട്ടുകൾ പതിയട്ടെ താമര ചിഹ്നത്തിൽ. വികസനത്തിനും ക്ഷേമത്തിനും ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ട് സമ്പന്നമായ കാസർഗോഡിനെ മാറ്റിയെടുക്കാൻ പ്രതിജ്ഞാബദ്ധമായ ജനപ്രതിനിധിയെ വേണം. ശ്രീമതി ML അശ്വിനിയെ ഈ നാടിന്റെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിജയിപ്പിക്കണം. താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി ശ്രീമതി ML അശ്വിനിയെ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം, അഴിമതിയിലമരുന്ന മുന്നണികൾ തകരുന്ന ജനരോഷമാളും സ്വരൂപം, മാറ്റം കൊതിക്കുന്ന മലയാള മണ്ണിന്റെ നെഞ്ചിൽ തുടിക്കുന്ന മോഹം. വികസിത ഭാരതത്തിന് അടിത്തറ പാകിയ ഒരു ദശകം. നരേന്ദ്രമോദിയുടെ ഇച്ഛാശക്തിയുള്ള നേതൃത്വത്തിലുള്ള രാജ്യത്തിന്റെ നേട്ടങ്ങൾ ജനങ്ങൾ ഏറ്റെടുക്കുന്ന പൊതു തെരഞ്ഞെടുപ്പ് വീണ്ടും വരണം മോദി സർക്കാർ. 51 കോടി ജൻധൻ ബാങ്ക് അക്കൗണ്ടുകൾ വഴി സാധാരണക്കാരെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധിപ്പിച്ചു. കർഷകർക്ക് പ്രതിമാസം 3000 രൂപ പെൻഷൻ നൽകുന്ന കിസാൻ മാൻധൻ യോജനയിലൂടെ കർഷകന് വിള ഇൻഷുറൻസ് പദ്ധതി ഫസൽ ബീമ യോജനയിലൂടെ നടപ്പാക്കുന്നു. 5 ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ആയുഷ്മാൻ ഭാരത് പദ്ധതിയിലൂടെ സൗജന്യമായി നൽകുന്നു.
മുഴുവൻ ആളുകൾക്കും 80% വിലക്കുറവിൽ അലോപ്പതി മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രങ്ങളിലൂടെ നൽകുന്നു. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം പാവപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതി പ്രകാരം ശുചിമുറികൾ നിർമ്മിച്ചു നൽകുന്നു. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥി ML അശ്വിനിക്ക് താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഇത് മോഡിയുടെ ഗ്യാരണ്ടി സുവർണ ഭാരത്. BPL കുടുംബങ്ങൾക്ക് ഉജ്ജൽ യോജന പ്രകാരം സൗജന്യ ഗ്യാസ് കണക്ഷൻ നൽകുന്നു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി വേതനം വർദ്ധിപ്പിച്ച തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ച് നടപ്പിലാക്കിയ നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണയേകാൻ നിങ്ങളുടെ വിലപ്പെട്ട വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തോരാത്തൊരു വീര്യത്തിൻ തീരത്തണയാം, സൂര്യാങ്കുരമായുടനെ ആളിപ്പടരാം, ഹരിതാഭയ ശുഭകുങ്കുമ കൊടിയെ പുണരാം, സിരകളിലൊരു പുതുജനനമതാകാനുണരാം. വന്ദേ മാതരം. ഗരീബ് കല്യാൺ യോജന പദ്ധതി പ്രകാരം പാവപ്പെട്ടവർക്ക് സൗജന്യമായി ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. രാജ്യത്തിന്റെ വികസനം ജനങ്ങളുടേത് കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു ദേശത്തിന്റെ കുതിപ്പിന് കരുത്തേകാൻ നിങ്ങളുടെ സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തുക. ശ്രീമതി ML അശ്വിനിയെ വിജയിപ്പിക്കുക. 100 കോടിയിലധികം ജനങ്ങൾക്ക് സൗജന്യമായി 2 തവണ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നടത്തിയ നരേന്ദ്രമോദി സർക്കാരിന് പിന്തുണയാവട്ടെ. നിങ്ങളുടെ വോട്ടുകൾ താമര ചിഹ്നത്തിൽ രേഖപ്പെടുത്തുക. ML അശ്വിനിയെ വിജയിപ്പിക്കുക. മാതൃവന്ദന യോജന പ്രകാരം അമ്മമാർക്ക് പ്രസവാനുകൂല്യമായി 6000 രൂപ നൽകിയ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ. വോട്ടുകൾ നൽകൂ താമര അടയാളത്തിൽ. ജൽ ജീവൻ മിഷൻ പദ്ധതി പ്രകാരം എല്ലാ വീടുകൾക്കും കുടിവെള്ളം എത്തിച്ചു. യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാൻ നിരവധി പദ്ധതികൾ. ദീനദയാൽ കൗശൽ വികാസ് യോജന, സ്കിൽ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ, ഡിജിറ്റൽ ഇന്ത്യ, മുദ്ര വായ്പ, അഗ്നിപഥ്, അങ്ങനെ ഒട്ടേറെ പദ്ധതികളിലൂടെ രാജ്യത്തിന്റെ വികസനത്തിൽ വിപ്ലവം സൃഷ്ടിച്ച നരേന്ദ്രമോദി സർക്കാരിന് അനുകൂലമായി വിലപ്പെട്ട നിങ്ങളുടെ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തി ML അശ്വിനിയെ കാസർഗോഡിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കണമേ എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കുങ്കുമഹരിത കൊടി പാറുന്നു, കേരള ഹൃദയ തുടി കൊട്ടുന്നു, മംഗളഘോഷം ഉയരുന്നു. സൗഭാഗ്യ യോജന പ്രകാരം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വൈദ്യുതി നൽകുന്നു. കേരള സർക്കാരിന്റെ പിണറായി ഭരണത്തിന്റെ അഴിമതിക്കും അക്രമത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെയുള്ള വോട്ടുകളാവട്ടെ നിങ്ങളുടെ ഇത്തവണത്തെ വോട്ടുകൾ. ദേശീയ ജനാധിപത്യം സ്ഥാനാർത്ഥി ML അശ്വിനിക്ക് താമര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വൻ ഭൂരിപക്ഷത്തോടുകൂടി കാസർഗോഡിന്റെ പ്രതിനിധിയായി തെരഞ്ഞെടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ലാവ്ലിൻ അഴിമതി മുതൽ സ്വർണ്ണക്കള്ളക്കടത്തു വരെയുള്ള അഴിമതി കഥകൾ, അട്ടപ്പാടിയിലെ മധു മുതൽ സിദ്ധാർത്ഥൻ വരെയുള്ള സംഘടിത ആൾക്കൂട്ട കൊലപാതകങ്ങൾ, ഉപ്പു മുതൽ ദേശാഭിമാനി പത്രം വരെയുള്ളതിന്റെ വിലക്കയറ്റം, ശമ്പളവും ക്ഷേമ പെൻഷൻ വരെയും കൊടുക്കാൻ പറ്റാത്ത സാമ്പത്തിക അരാജകത്വവും പൊതുകടത്തിന്റെ മൂർധന്യത്തിലും ഒട്ടും കുറയാത്ത വീമ്പു പറയലുമായി കഴിയുന്ന ഇടത് ഭരണത്തിന് താക്കീതാവാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ കർമ്മധീരയായ സാരഥി ശ്രീമതി ML അശ്വിനിക്ക് താമര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. വികസന നായകൻ ശ്രീ നരേന്ദ്രമോദിക്കെതിരെ അഴിമതിക്കാരെ കൂട്ടുപിടിച്ചുണ്ടാക്കിയ സഖ്യത്തിനെതിരെ രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും ദേശീയ ബോധമില്ലാത്തവരെ ഇല്ലാതാക്കാൻ നിങ്ങളുടെ വിലയേറിയ സമ്മതിദാനാവകാശം താമര അടയാളത്തിൽ രേഖപ്പെടുത്തി ശ്രീമതി ML അശ്വിനിയെ ചരിത്ര ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അണിചേരും ജനകോടി പുകൾ പാടി വരണം വരണം മോദി നാടിൻ ജീവനാടി അണിചേരും ജനകോടി മണ്ണിൻ പുകൾ പാടി. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ രേഖപ്പെടുത്തുക. കാശ്മീരിന്റെ വികസനത്തിനെതിരെ 370-ാം അനുച്ഛേദം എടുത്തു കളഞ്ഞപ്പോൾ സമരം ചെയ്തവർക്കെതിരെയാവട്ടെ നിങ്ങളുടെ വോട്ടുകൾ. നൂറ്റാണ്ടുകളുടെ പ്രതീക്ഷകൾ പൂവണിയിച്ച് രാമക്ഷേത്രം ഉയർന്നപ്പോഴും അവർ രാജ്യത്തിനെതിരെ നിന്നു. അവർക്കെതിരെയാവട്ടെ നിങ്ങളുടെ വോട്ടുകൾ. പാവപ്പെട്ട സ്ത്രീകളുടെ രക്ഷയ്ക്കായി മുത്തലാഖ് നിരോധനം കൊണ്ടുവന്നപ്പോൾ എതിർത്തവർക്കെതിരെയാവട്ടെ നിങ്ങളുടെ വോട്ടുകൾ. താമര അടയാളത്തിൽ ML അശ്വിനിയെ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരെ നിയന്ത്രിക്കാൻ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോഴും അവരെതിർത്തു. രാജ്യസുരക്ഷയ്ക്കായി യുവജനങ്ങൾക്ക് സൈന്യ സേവനം നൽകാൻ തീരുമാനിച്ചപ്പോഴും അവരെതിർത്തു. അവരിൽ കോൺഗ്രസ് ഉണ്ട്, CPM ഉണ്ട്, രാജ്യത്തിലെ തീവ്രവാദ സംഘടനകളുണ്ട്. ഈ ദേശവിരുദ്ധ കൂട്ടുകെട്ടിനെ തുരത്താൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 26-ന് നമുക്ക് വിധി എഴുതാം. ആദിത്യകാന്തിയിൽ ശോഭിക്കുന്ന വിടർന്ന താമര അടയാളത്തിൽ നിങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി ശ്രീമതി ML അശ്വിനിയെ കാസർഗോഡിന്റെ മണ്ണിൽ നിന്നും ചരിത്ര ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ചിഹ്നം താമര.